ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആദ്യം തന്നെ വിഷു ആശംസകൾ. ലോകമെമ്പാടും വിഷു ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും എൻ്റെ വിഷു ആശംസകൾ. നമ്മുടെ പുതുവർഷം തുടങ്ങുന്ന ദിവസമാണ് ഇന്ന്. ഒരു വർഷത്തെ വിഷുഫലമൊക്കെ എല്ലാവരും അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും. പുറത്ത് നല്ല ബഹളമാണ് കേട്ടോ, വാഹനങ്ങളെ ബഹളവും വീടിന് ചുറ്റും പടക്കം പൊട്ടിക്കലും കുട്ടികൾ വിഷു ആഘോഷിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും തിരക്കിലായിരിക്കും. എനിക്കറിയാം, വിഷുസദ്യ ഒരുക്കലും കണി വെക്കലും കണി കാണിക്കലും അമ്പലത്തിൽ പൂവലൊക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും എന്നറിയാം. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ 2 വർഷമായിട്ട് വിഷു ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട് ഇരിക്കുന്നു. കണിയൊന്നും വെച്ചിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ അടുത്ത വർഷം നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. അപ്പം അടുത്ത വർഷം വെക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ദൈവം അത് അനുഗ്രഹിച്ച് തരട്ടെ. പിന്നെ ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ച ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസമാണ്. അപ്പം ഇന്ന് വിഷു ആയതുകൊണ്ട് നിങ്ങൾക്കൊരു ആശംസയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വിഷുവിൻ്റെ തിരക്കൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഫ്രീ ആയി ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് തരാം. സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര ബഹളമാണ്. കുട്ടികൾ പടക്കം പൊട്ടിക്കുന്ന ബഹളമൊക്കെ എല്ലാവരും വിഷു ആഘോഷിക്കുന്നു. അപ്പം ഞാൻ ഇന്നിപ്പോൾ വന്നത് തന്നെ നിങ്ങൾക്ക് വിഷു ആശംസ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഉള്ള മലയാളികൾക്ക് എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാവരും നന്നായിട്ട് വിഷു ആഘോഷിച്ച് സന്തോഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ നാടൻ റോസിൻ്റെ പരിചരണമാണ് കേട്ടോ. ഇത് ഉഗാണ്ടയിൽ നിന്ന് കൊണ്ടുവന്ന റോസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ കൊല മുട്ടും വരും. അതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വിരിയും. ഒരേ സൈഡായിട്ട് വിരിഞ്ഞ് തുടങ്ങും. എന്നിട്ട് ഒരു വലിയ ബഞ്ച് പൂവായിട്ട് ഇങ്ങനെ നിൽക്കും. കണ്ടില്ലേ ഈ വീഡിയോയിൽ? ഇത് പിന്നെ നാടൻ റോസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ പൂവാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ്. കൊച്ചു പൂക്കളായിട്ട് നിൽക്കണ് കാണാൻ. ഇത് ഓർക്കിഡ് റോസ്. ഇത് ഞാൻ ഇപ്പം ഈ അടുത്തിടെ വെച്ചുണ്ടാക്കിയിട്ടുള്ള റോസാണ്. ഇപ്പം ഇതിൽ മുട്ടുകളൊക്കെ വരുന്നുള്ളൂ. പൂ വിരിഞ്ഞിട്ടില്ല ഇതുവരെ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂക്കൾ കൊലയായി വിരിഞ്ഞ് താഴേക്ക് തൂങ്ങിക്കെടുക്കും. അതാണ് ഈ ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത. കൊച്ചു പൂക്കൾ വലിയ കൊലകളായി വിരിയും. ഇത് പിന്നെ എലിസബത്ത് റോസ്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ മുന്നേ ചെയ്തിരുന്നു, നിറയെ പൂക്കളായി നിൽക്കുമ്പോൾ. അപ്പം അതിലെ പൂക്കളൊക്കെ കഴിഞ്ഞു. ഇതുപോലെ പൂവ് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ 2 ഇല താഴ്ത്തി നന്നായി കട്ട് ചെയ്ത് വിടണം. കട്ട് ചെയ്ത് വിടണ എന്തിനാണെന്ന് വെച്ചാൽ അപ്പോഴാണ് പുതിയ തളിരുകൾ വന്നിട്ട് നന്നായി മൊട്ടിടുള്ളൂ. ഈ റോസ് പിന്നെ എല്ലാവരുടെ വീട്ടിലും ഒരുവിധം വീടുകളിലും ഉള്ള റോസാണ്. തനി നാടൻ റോസ്. നല്ല മണവും ഗുണവും ഭംഗിയും ഒക്കെ ഉള്ള ഒരു നാടൻ റോസാണ് ഇത്. നമ്മുടെ നാട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു റോസിൻ്റെ കട കാണും. ഇതിന് യാതൊരു കെയറിങ്ങും വേണ്ട. റോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സ്ഥലം നോക്കി നമ്മൾ റോസ് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നന്നായി വളർന്നു വരും റോസ്. അത് നോക്കിയാൽ ഇതൊരു ഒറ്റ കടയുള്ള ഈ ഒരു റോസ് അധികം നാളായിട്ടില്ലേ ഞാൻ ഇത് നട്ടിട്ട്. ഒരു 4 മാസമായിട്ടുണ്ടാവുള്ളൂ ഈ ഒരു റോസ് നട്ടിട്ട്. നല്ല വെയിലത്ത് വെച്ചാലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കീടശല്യം കുറയും. പ്രാണികൾ വന്ന് ഇതിൻ്റെ ഇലയും പൂവും മുട്ടൊക്കെ തിന്നൽ കുറവായിരിക്കും നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ റോസ് നട്ട് കഴിഞ്ഞാൽ. അപ്പോൾ റോസ് നന്നായി തഴച്ച് വളരും. പ്രാണികളൊന്നും വരാണ്ട് കീടശല്യം കുറയുമ്പോൾ നന്നായി തഴച്ച് വളരും. അപ്പോൾ നോക്കിയേ, ഇതൊക്കെ നമുക്ക് ഈ പൂവ് വന്നതൊക്കെ കട്ട് ചെയ്ത് കളയണം. പൂവ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ മുറിച്ച് മാറ്റണം. മുറിച്ച് മാറ്റി കഴിയുമ്പോൾ പുതിയ തളിരുകൾ വന്ന് അതിലൊക്കെ നിറയെ മൊട്ടുകൾ വരും, പൂക്കളും. പിന്നെ ഇതേപോലെ കട്ട് ചെയ്ത് വിടുമ്പോൾ റോസ് കുറച്ചും കൂടി ബുഷിയായി നിൽക്കും. ബുഷിയായി നിന്ന് പൂത്ത് നിൽക്കണ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമ്മൾ ഇതേപോലെ പൂക്കൾ വന്ന് കഴിയുമ്പോൾ എല്ലാതും കട്ട് ചെയ്ത് കളയുക. ഇതളൊക്കെ കൊഴിഞ്ഞ് പൂവ് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ പുതിയ തളിരുകൾ അവിടെ നിന്ന്
ഒരു പൂവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ 2 സൈഡിൽ നിന്ന് തളിരുകൾ വന്ന് അവിടെ 2 കമ്പ് വരും. കണ്ട, ഇതേപോലെ മുറിച്ച് മാറ്റാം കേട്ടോ നമ്മൾ. പിന്നെ റോസിന് വളം ഇടുമ്പോൾ നമ്മൾ നോക്കിയ കടയൊക്കെ ഇതേപോലെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കുക. വളം ഇടുന്നതിന് മുന്നേ മണ്ണൊക്കെ നന്നായി ഇളക്കിയിട്ട് വേണം നമ്മൾ വളം ഇടാൻ. അപ്പോൾ മണ്ണ് ഇളക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം, അതിൻ്റെ വേര് പൊട്ടാണ്ടും കട ഇളക്കം തട്ടാണ്ടും വേണം നമ്മൾ ഇതുപോലെ പതുക്കെ അതിൻ്റെ കടയിലത്തെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വളം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ 15 ദിവസം കൂടുമ്പോൾ ഈ റോസിന് വളം ഇട്ട് കൊടുക്കും. ഒരു സെറ്റ് പൂവ് വന്ന് കഴിയുന്നോട് കൂടി അടുത്ത വളം ഇടും. അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോസിൽ എപ്പോഴും മുട്ടും പൂവായിട്ട് വന്ന് നിൽക്കും. എല്ലാ റോസിൻ്റെ കടയും ഞാനിപ്പോൾ മണ്ണൊക്കെ ഇളക്കി. ഇനി നമുക്ക് ഇതിന് കുറേശ്ശെ വളം ഇട്ട് കൊടുക്കണം കേട്ടോ. വളം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൂടുതലായിട്ടും വീട്ടിൽ നമ്മൾ ജൈവവളങ്ങൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ റോസിന് കൂടുതൽ ഇട്ട് കൊടുക്കാറ്. ചാണകപ്പൊടി നല്ലതാണ് റോസിന്. ഉണക്ക ചാണകപ്പൊടി പച്ച ചാണകം ഇടരുത്, ഉണക്ക ചാണകപ്പൊടി. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു പൗഡർ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടേര തൊണ്ട് ഉണക്കി പൊടിച്ചിട്ട് നല്ലൊരു ഡബ്ബയിലാക്കി ടൈറ്റ് ചെയ്ത് അടച്ച് വയ്ക്കും. അപ്പോൾ ഇത് ഒരു 15-20 ദിവസം കൂടുമ്പോൾ ഇതൊരു 2 സ്പൂണൊക്കെ വെച്ചിട്ട് എല്ലാ റോസിൻ്റെ കടക്കലും കുറേശ്ശെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ കണ്ട, ഇത് ഭയങ്കര നല്ലതാണ് റോസിന് മുട്ടത്തൊണ്ട് പൊടിച്ചത്. ഈ മുട്ടത്തൊണ്ട് പൊടിച്ചത് നമുക്ക് അധികം കിട്ടാനൊരു വഴിയില്ല. വീട്ടിൽ നമ്മളിപ്പോൾ അതിന് മാത്രം മുട്ടയൊന്നും ഉപയോഗിക്കില്ലല്ലോ. ഈ ഹോട്ടലുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇഷ്ടം പോലെ മുട്ടകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തൊണ്ടൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഉണക്കി പൊടിച്ച് എടുത്തു വെച്ചാൽ നല്ലതാണ് റോസിന് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെയുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കാം റോസിന്. ഞാനിപ്പോൾ എൻ്റെ എല്ലാ റോസിനും ഇപ്പോൾ മുട്ടത്തൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പൊടിച്ചത്. റോസിന് അതുപോലെ തന്നെ നന്നായി വെള്ളം ഒഴിക്കണം നമ്മൾ. നല്ല വെയിലത്ത് റോസ് വെച്ചിരിക്കുന്ന പോലെ തന്നെ വെള്ളം നന്നായി ഒഴിച്ച് കൊടുത്താലാണ് റോസ് നന്നായി തഴച്ച് വളരുള്ളൂ. വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടിയാണ് റോസ്. അപ്പം നമ്മൾ നല്ല വെയിലത്ത് വെച്ചിരിക്കുന്ന കാരണം 2 നേരം നനച്ചാലും കുഴപ്പമൊന്നുമില്ല റോസിന്. വെള്ളം നിർത്തുമ്പോൾ നന്നായിട്ട് നനച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നന്നായി പൂക്കളുണ്ടാവും റോസിൽ. ഈ മുട്ടത്തൊണ്ട് പൊടിച്ചത് കൂടാണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം എന്ന് വെച്ചാൽ രാസവളങ്ങൾ ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. ജൈവവളം മാത്രമാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു വളർച്ച ഇടയ്ക്ക് ഒന്ന് നിൽക്കും. അപ്പം നമ്മൾ വല്ലപ്പോഴും രാസവളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ DAP കേട്ടോ. ഇതൊരു 10 മണിയൊക്കെ ഓരോ റോസിൻ്റെ കടക്കൽ ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. ഇത് നഴ്സറിക്കാരൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. റോസ് നിറയെ പൂക്കാൻ വേണ്ടിയിട്ട് DAP ഉപയോഗിക്കാറ്. അപ്പം ഞാൻ ഒരു ദിവസം നഴ്സറിയിൽ പോയപ്പോൾ അവരാണ് എന്നോട് ഇത് പറഞ്ഞു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഓരോ ചെടികളൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടേ ഞാൻ ഊട്ടിയിൽ നിന്ന് വരെ പലതരം റോസ് കൊണ്ടിവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അവിടെ കാണുന്ന ഭംഗി നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ഉണ്ടാവാറില്ല. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് തനിയെ നശിച്ച് പോവും. അപ്പം നഴ്സറിക്കാരെ എടുത്ത് സ്ഥിരമായി പോണ കാരണം അവരെ ചെറിയ ചെറിയ ടിപ്സൊക്കെ എനിക്കും പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അവർ റോസിന് ഇട്ട് കൊടുക്കണ വളം എന്ന് വെച്ചാൽ DAP നിറയെ പൂക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു റോസ് കണ്ട, ഇതിൻ്റെ ഇലയും പൂവും എന്താ ഭംഗി നോക്കി നിൽക്കുന്നത്. നല്ല ഫ്രഷായിട്ട് നല്ല ഭംഗിയുള്ളൊരു റോസാണിത്. നാടൻ റോസ് തന്നെയാണ് കേട്ടോ, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം നാടൻ റോസിന് എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ടാവും. എപ്പോഴും ഫ്രഷായി നല്ല പൂക്കൾ വന്നുകൊണ്ടിരിക്കും. ഈ നാടൻ റോസിൻ്റെ വീഡിയോ ഞാൻ 2ാമത്തെ തവണ ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോണത്. വിഷുവൊക്കെ അല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് വീട്ടിലുള്ള ഒരു കൃഷ്ണൻ്റെ ഒരു പ്രതിമ എടുത്ത് വെച്ച് ചെറിയൊരു മ്യൂസിക്കൊക്കെ ഇട്ട് ആദ്യം എഡിറ്റ് ചെയ്തു. ഭയങ്കര സന്തോഷം കൊണ്ട് വിഷുവിൻ്റെ ഒരു ഇത് വീഡിയോ കാണുന്നവർക്കും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മ്യൂസിക് കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്തിട്ട് അവർ അപ്രൂവ് ആക്കിയില്ല. എൻ്റെ വീഡിയോ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എന്നിട്ട് പിന്നെ ഞാനിപ്പോൾ 2ാമത് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്ന വീഡിയോ ആണ് ഇത് കേട്ടോ.
ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ തരാം കേട്ടോ. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. ബൈ ബൈ.